സമയത്ത് അപരന്മാർ ഇവിടെയുണ്ട് 4 മെമ്പർമാരെ അപരന്മാർ ഉള്ളത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കില്ല. 4 അപരന്മാരെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവത്താണ്. സ്വാഭാവികമായിട്ടും എൻ്റെ എതിർ സ്ഥാനാർത്ഥി എത്രത്തോളം എൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്നുണ്ട് എന്നത് നമുക്ക് വളരെ കൃത്യമായ മനസ്സിലാക്കാം. പക്ഷെ ജനങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും ജനങ്ങൾ അത്ര മോശമാണ്, വിവരമില്ലാത്തവരാണെന്ന് എതിർ സ്ഥാനാർത്ഥിക്കും 2 അപരന്മാർ അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ ആ വിഷയത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൽ വളഞ്ഞ വഴി ഉപയോഗിച്ചിട്ടല്ല ജയിച്ചുകയറുന്നത്. സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടാണ് ജയിച്ചു കയറുന്നത്. തീർച്ചയായിട്ടും ഭയമില്ല എന്ന് പറയുമ്പോൾ പിന്നീട് അദ്ദേഹം 4 സ്ഥാനാർത്ഥികൾ അദ്ദേഹം നിർത്തിയിട്ടുള്ളത്. ഇവിടെ അപരന്മാരൊന്നും അല്ല. നിങ്ങൾക്കറിയാം, ഇന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നത് ഇനിയാണ് അദ്ദേഹം പറഞ്ഞത് സുധാകരനെ കുറിച്ച് ചെറ്റയെന്നാണ്. ഇതിന്റെ മുമ്പ് ഇവിടെ ബഹുമാനായ താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊല്ലം MP യെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? പരനാറി പ്രയോഗമാണ്. അപ്പൊ ഇന്നൊരു പൊതുയോഗം പ്രസംഗിച്ച ഇലക്ഷൻ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ യോഗത്തിൽ ചോദ്യങ്ങൾ ഉയരും. നമ്മളൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ഉത്തരം നൽകിയിട്ടില്ല. ഒരു സാധാരണ വോട്ടർ അവിടെ നിന്നും ചോദിക്കുന്ന തോന്നിയിലെ ഒരു ഇലക്ഷൻ പ്രചരണത്തിലാണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ്? ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇത്രയും ധിക്കാരികളും അഹങ്കാരികളുമായിട്ടുള്ള ആളുകളാണ് കേരളം ഭരിക്കുന്നത്, കേരളം നയിക്കുന്നത്. അപ്പൊ ഞാനൊരു വാക്കുപയോഗിച്ചു, മരുമോനിസം. അതൊരു വലിയ പാതകമായിട്ട് മുഹമ്മദ് റിയാസും അദ്ദേഹത്തിന്റെ ടീമും കൊണ്ടുനടക്കുന്നത്. അതിലെന്താണ് ഒരു അപാകത, എന്താണ് അതിലൊരു എന്താ പറയാ നമ്മളെ സമൂഹത്തിന്റെ ഇടയിൽ അത് എങ്ങനെയാണത് ചീത്തപ്പേര്? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം, അദ്ദേഹത്തിന്റെ ധിക്കാരം, ഈ പറയുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജിയില്ല, ഇവിടെ മനുഷ്യർക്ക് മരുന്നില്ല, 2 ഇത് പൂട്ടിപ്പോയി കിടക്കുന്ന സത്സംഗങ്ങൾ. ഈ ഒരു ഘട്ടം നിൽക്കുമ്പോൾ 4.5 കോടി രൂപ അദ്ദേഹത്തിന്റെ മാത്രം ഉപയോഗിക്കുന്ന PWD റെസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കാൻ ചെലവഴിച്ചിരിക്കുകയാണ്. അദ്ദേഹം വരുമാനിസം. ആ രീതിയിൽ 5 പൈസ ഇല്ല എന്ന് പറയുമ്പോൾ 25 കോടി രൂപയാണ് ബേപ്പൂരിലെ ഫസ്റ്റ് എന്ന പേരിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകൾ. അതിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റീൽസിന് വേണ്ടി അദ്ദേഹം ഒരു റീലിന് 2 മിനിറ്റിന് 10 ലക്ഷം ചെലവാക്കാൻ ഈ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ട്. ആ അനുമതിയുടെ പേരാണ് ഈ പറയുന്ന മരുമാനിസം. അപ്പൊ ഞാനത് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ എന്നെ വ്യക്തിഹത്യ നടത്തുകയും നാട്ടിലുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യരായ വ്യക്തികളെ ചെറ്റയെന്നും പരനാറിയെന്നും അപരിഷ്കൃതനെന്നൊക്കെ മുഖ്യമന്ത്രിക്ക് വിളിക്കാമെങ്കിൽ അത് കേരളം വിലയിരുത്തട്ടെ. എനിക്കതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. അപരന്മാരെ ഭയമുണ്ടോ? അപരന്മാരെന്തിന് ഭയക്കുന്നു? ജനങ്ങൾ അത്ര ബോധമില്ലാത്തവരാണ് എന്ന് മുഹമ്മദ് റിയാസ് ബേപ്പൂരിലെ ജനങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് തിരുത്തും. നമ്മുടെ പ്രവർത്തകർ വീട് കയറി ഇറങ്ങിയിട്ട് PB അൻവർ ഏതാണ്, എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിക്കും. അതിൽ ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. ഈ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിഹ്നം അനുവദിക്കാം. ചിഹ്നത്തിൽ എന്തെങ്കിലും പ്രിഫറൻസ് പറഞ്ഞിട്ടുണ്ടോ? നേരത്തെയുള്ള ചിഹ്നത്തിന് ഇല്ല. ചിഹ്നം നമ്മൾ പ്രിഫറൻസ് കൊടുക്കാനേ പറ്റും. അത് തീരുമാനിച്ചു തരുന്നത് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് 1 ബക്കറ്റും 1 ടിപ്പർ ലോറിയാണ്. ഏതാണ് പ്രിഫറൻസ് അത് തരിക എന്ന് നമുക്കറിയില്ല. കാരണം ഈ ചിഹ്നത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ചിഹ്നം വളരെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ചിത്രമാണ്. അത് തെളിഞ്ഞു കാണുന്ന ചിത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ കൊടുക്കാൻ കഴിയില്ല. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓട്ടോറിക്ഷ ഇപ്രാവശ്യം ഇല്ല. അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ കൊടുക്കുക. 5 ലക്ഷങ്ങളിൽ ഞാൻ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ്. ബക്കറ്റ് അത് ക്ലിയറാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള നമ്മളത് ക്ലാരിറ്റിയാണ് നോക്കുന്നത്. പോളിംഗ് മെഷീനിൽ വരുന്ന വോട്ടർക്ക് പെട്ടെന്ന് എന്ന നിരക്കാണ് ബേപ്പൂരിലെ സാഹചര്യം വളരെ അനുകൂല. എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള വികാരപരമായിട്ടുള്ള ഈ അഹങ്കാരവും ധാർഷ്ട്യവും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ നടന്ന യോഗത്തിലെ ഒരു സഹപ്രവർത്തകന്റെ ചോദ്യത്തിന് വിട്ടുപോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ രാജഭരണം അതിനെതിരെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ഈ പുലരിയിൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്.